ആ കയറി എന്താ തടി വെച്ചു കാലൊക്കെ. കോഴി ഇപ്പോഴാണ് സുഹൈലിനെ പോലെ കുളുക്കാപ്പിയായത്. അതെ ഷെയിലിനെ പോലെ ആയിരുന്നു ഒരു കോഴിയായിരുന്നു, ഇപ്പം മാറി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഓപ്പറേഷനും സക്സസ്ഫുൾ ആയി പറയാം. ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫിഷിൽ ഇഞ്ചെക്ട് ചെയ്ത് അടിപൊളി സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കനിലും കൂടി ഒന്ന് അടിപൊളി ഇഞ്ചെക്ട് ചെയ്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതെ, അപ്പോൾ ആ ഇഞ്ചെക്ട് ചെയ്യുന്നതിൽ എന്താ ഇപ്പോൾ വെറൈറ്റി എന്നായിരിക്കും, പക്ഷേ ഇതിൽ നമ്മൾ മസാലയല്ല ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടുപോയി നോക്കുക, അതിലെന്താ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്ന ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ. മുളക് പൊടി, ഉപ്പ്, അരച്ചെടുത്ത കുരുമുളക്, ചില്ലി ചിക്കൻ മസാല, വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത്, കോൺഫ്ലോർ, ഈ മസാല നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നാരങ്ങ നീരും കൂടി അതിൽ പിഴിഞ്ഞിട്ട് നമുക്കൊരു കുഴക്കാം. എന്താല്ലേ നല്ല ചൊവ്വാന്നുണ്ടല്ലേ അതാ. ഇത് നമ്മുടെ ചിക്കനിൽ മസാല കൊണ്ട് തേച്ച് കൊടുക്കാം. എന്താ ചന്തം. കയ്യിലും കാലിലൊക്കെ ലെഗ് പീസൊക്കെ നല്ല ചൊവ്വാന്ന് കേട്ടെ. കോഴിയിൽ മസാല തേച്ചൊരു പ്രത്യേക ചന്തമാണല്ലേ. ഷെയിലിനെ പോലെ ഷെയിലിനെ പോലെ. അപ്പം മസാല ഇഞ്ചക്ട് ചെയ്ത് ഉള്ളിൽ കിട്ടും പറഞ്ഞ് കാത്തിരുന്നവർക്ക് തെറ്റി. അവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ്. അപ്പോൾ ട്വിസ്റ്റ് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു കുഴി കൊണ്ട് ഇടാം, നമ്മൾ മീനിലേക്ക് ഇട്ട പോലെ. അപ്പോൾ ഈസി ആയിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യാൻ പോണ സംഭവം എന്താ വെച്ചാൽ സോസും നമ്മുടെ മയോനൈസുമാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ചെറിയ അപ്പോൾ നമ്മുടെ മയോനൈസ് സെറ്റ് ആയിട്ടുണ്ട്. മയോനൈസ് എൻ്റെ ഐ മീൻ സോസ്. അപ്പോൾ നീ അടിച്ചോ, നീ ഞാൻ പിടിക്കാം. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ ഈ ഹാർട്ട് പീസിൻ്റെ ഒരു സൈഡ് നമ്മളിതാ സോസ് അടിച്ച് കയറ്റാൻ പോകണം. ആദ്യം നീ കയറ്റിച്ചല്ലേ. വീർത്ത് വരുന്നുണ്ട് കറക്റ്റാ. ഊഞ്ഞെടുക്ക്. ഇനി അതിന് അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മുടെ കോഴിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡ് നമ്മൾ മയോനൈസ് കുത്തി കയറ്റാൻ പോകണം. അത് പറഞ്ഞാൽ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റാൻ പോകണം. എന്താ വീർത്ത് വരുന്ന നോക്ക്. പൊട്ടിത്തെറിക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഇത് ഓട്ടയുടെ സ്ഥലത്ത് നമ്മളിത് മൂടി വെക്കും. മസാല എടുത്തിട്ട് നന്നായി ഒന്നിങ്ങനെ കറക്കി വെക്കി. അപ്പോൾ ഈ കോഴി മസാല മയോനൈസ് ഉള്ളിൽ കയറി എങ്ങനെ അറിയാ വെച്ചാൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കോഴി ഇങ്ങനെ ആവും. ഇങ്ങനെയുള്ള കോഴി ഇങ്ങനെ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ പാർട്സും ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് മയോനൈസ്. നമ്മളിങ്ങനെ എവിടെ നിന്ന് പീസ് എടുത്ത് കടിച്ചാലും മയോനൈസും സോസൊക്കെ ഇങ്ങനെ വരണം ജ്യൂസി ആയിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അതെ ചിക്കൻ മാത്രമേ വലിച്ചു തന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ വെറുതെ പോയിട്ട് കാര്യമില്ല. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. ഒന്ന് കടിച്ച് കോട്ടായി. മൈനസ് കയറ്റിയ മൈനസ് ഉണ്ടാ കയറ്റിയപ്പോൾ ഇവിടെ വെള്ള കളറായി. അപ്പോൾ ഈ രണ്ട് കോഴിന് തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത കോഴിയാണ്. കണ്ട ഇഞ്ചെക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ തടി അങ്ങോട്ട് മാറിപ്പോൾ തടിച്ച് കൊഴുത്ത സാധനം. ഇത് ഒന്നും കിട്ടാത്തത്. നമ്മൾ ഇതിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്താൽ ഇതും ഒന്ന് തടിച്ച് കൊഴുക്കും. ഇഞ്ചക്റ്റഡ് ചിക്കൻ വറുത്തെടുക്കുക.
ആദ്യം എണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കോഴി നമ്മൾ കുടുക്കാപ്പയുണ്ട് സൂര്യനെ പോലെ. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. അങ്ങനെ ഇടാം. ആ മണം അങ്ങോട്ട് വന്നു സൂര്യല്ലേ? അതെ. കെച്ചപ്പിന് മൈനസ് ഇല്ലേ? സംഗതി സംഭവം സെറ്റാണ്. ഇത് വറുത്തെടുത്താലേ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ജ്യൂസി ആണോ ക്രിസ്പി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തിളച്ചെണ്ണ വെറുതെ ഇങ്ങനെ മേലെ കൂടെ കോരി ഒഴിക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയൊന്നുമില്ല, എന്നാലും ഒഴിക്കുന്നുണ്ട്. അല്ല എന്തായാലും തിരിച്ചിടുമ്പോൾ മേലെ ചൂടാണ്, എന്നാലും വെറുതെ രസം. ചില കാര്യമായിട്ട് നോക്കണം, എന്തോ പറയണമെന്നുണ്ട്. എന്താ ചെയ്യുക, എപ്പോൾ തന്നെ വായിന്ന് വെള്ളം വരെ എന്നെ തുപ്പിക്കള. നമ്മൾ കോഴി ഒന്ന് തിരിച്ചു കൊടുക്കാം. ആഹാ എന്താ ചന്തല്ലേ. അതാ ഇത് അത് നോക്കൂ സുൽഫി, മയനൈസ് നിങ്ങളുടെ പുറത്ത് ചാടിയിട്ട് നിൽക്കുക. ഫ്രീസ് ചെയ്യാൻ നിൽക്കണം മയനൈസ്. ഇനി നമ്മൾ കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മയനൈസ് ഇങ്ങനെ പുറത്ത് ചാടുമ്പോൾ ജ്യൂസി ആയിട്ട് അല്ലേ? അതെ, പൊളിക്കുന്നുണ്ട്. ആഹാ സെറ്റ് സംഭവം. ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് മോനെ പൊളിയായി. അപ്പൊ കാത്തിരിപ്പിന് വിരാമം. അപ്പൊ നമ്മൾ ട്വിസ്റ്റ് ഇവിടെ നിന്ന് അവസാനിക്കണില്ല. അതെ, ഇറ്റ്സ് ജസ്റ്റ് ബിഗിനിങ്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ആ മയോനൈസോ കെച്ചപ്പൊക്കെ വരുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, എടുക്കണമല്ലേ? ബെസ്റ്റ് പീസ് തന്നെ എടുക്കല്ലേ? അപ്പൊ മയോനൈസ് കട്ടിയായിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അയ്യോ സോസ് ഉണ്ട്. മയോനൈസ് ഇങ്ങനെ ഉണ്ടോ? മയോനൈസ് ഇങ്ങനെ സോസ് ഒഴുകി അടുത്ത സൈഡ് സോസ്. സോസിന്റെ ഇനി അടുത്ത് കാല്. സെറ്റ് അടിയിൽ ഒഴുകിട്ടാ ലെഗിന്റെ മയോനൈസ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടാ. അപ്പൊ ഈ കല്ല് അപ്പൊ ഇതായിരിക്കില്ലേ? മയോനൈസ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ നോക്കിയിട്ട് ആ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ? ആ ഒന്നും പറയാണ്ട് അവനെ എടുത്ത് അടിച്ചു. ഒന്നും പറയാനില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ചിക്കൻ പീസിൻ്റെ അകത്തായിട്ട് നമ്മൾ ഇട്ട മയോനൈസ് ഇതങ്ങനെ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് കിടക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഈ പൊറോട്ടൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് അടിപൊളി. ഞാൻ ഇവിടെ നിന്ന് ഇതാ നമ്മുടെ മയോണൈസിൻ്റെ പീസ് എടുക്കട്ടെ. കെച്ചപ്പ് ഒഴുകി വന്നിട്ടാ. ഒന്നും പറയാ. അതെ, ചാച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ പൊറോട്ട കഴിഞ്ഞു. അല്ല, നമ്മള് മത്സരത്തിന് വിളിച്ചതല്ല, ടേസ്റ്റിങ്ങിന്റെ കാര്യമൊക്കെ. അടുത്ത ചിക്കൻ. അപ്പൊ അടുത്ത ചിക്കൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് അപ്പോൾ മയോനൈസ് ആണത്. ഇനി അടുത്ത് ഇപ്പുറത്തെ സൈഡ് കെച്ചപ്പിൻ്റെ സൈഡ്. ഞാൻ കെച്ചപ്പിൻ്റെ സൈഡ് നോക്കാം. ഒഴുകി ഇത്ര എണ്ണ കിടന്ന് ഒന്നും ആയിട്ടില്ല. ഇപ്പൊ മയോനൈസ് ഇഷ്ടമുള്ളവർക്ക് ഈ സൈഡിൽ നിന്ന് മയോനൈസ് എടുക്കുക, കെച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇത് എടുക്കുക. ഇപ്പൊ രണ്ടും ഇഷ്ടമുള്ളത് ഇതെങ്ങനെ ചൂടുണ്ട് പിന്നെ ചൂടുണ്ടാവിടിക്കും എണ്ണ. അല്ല, നമ്മൾ പിന്നെ സ്ലോ കുക്ക് ചെയ്തുകൊണ്ട് സംഭവമൊക്കെ പഞ്ഞു പോലെ വെന്തിട്ടുണ്ട്. സംഭവം സോല ഗ്രില്ലിൻ്റെ ഓർമ്മയിലെടുത്താണ്. സോല പൊറോട്ട ഇനിയുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. സുൽഫിക്കുണ്ട്. പൊറോട്ട പോണ വഴി അറിയുന്നില്ല. നിന്റെ വായി കൂടെ ഭാഗ്യം കിട്ടും. സുൽഫി നീ പൈസ എടുത്തിട്ടുണ്ട് ഇവിടെ നോക്കി എടുത്തേക്ക്. അതിന്റെ പീസാണ് എടുത്തത്.
എടുത്ത് വരും ചിക്കൻ ലെഗ് പീസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മസാല തന്നെ ഇഞ്ചെക്ട് ചെയ്ത് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ കുറച്ചുകൂടെ വെറൈറ്റി ആയിക്കൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു അല്ലേ. സംഭവം സക്സസ് ആയി. അടിപൊളി. കെച്ചപ്പും അടിച്ച് കയറ്റിവിട്ടേക്ക് പൊട്ടിക്കുമ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ഒഴുകി വരും. ലെവലായി വന്നു. പുറത്ത് മസാലയും പിന്നെ അകത്തതിൻ്റെ ആ ഒരു കോമ്പിനേഷനൊക്കെ അത് ഉള്ളി കിടന്നൊരു ഇത് കണ്ടോ നീ മയോനൈസ് ഉള്ളി കിടന്ന് വെന്തപ്പോൾ ഒരു വേറൊരു സംഭവം അല്ലേ, കുറച്ച് കട്ടി കൂടുതലായി. പൊറോട്ടയും കൂടി വഞ്ചിപ്പോൾ നമ്മൾ മയോനൈസ് ഒരു വെള്ളം പോലത്തെ രീതിയിൽ നമ്മളല്ലേ കുറച്ച് നൈസ് ആക്കിയിട്ട് നമ്മൾ സ്മൂത്ത് ആക്കിയിട്ട് നമ്മൾ അടിച്ചത്. അപ്പോൾ സിമ്പിളായി ഉള്ളി കയറും അടിച്ച് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്പറേഷനും സക്സസ്ഫുൾ ആയി പറയാം. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ്. അത് വെറൈറ്റി, അടിപൊളി വെറൈറ്റി അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ നമ്മൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതൊരു ടിസ്റ്റി അടിപൊളി റെസിപ്പി നമുക്ക് അടുത്തുള്ള കാണാം.